ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അങ്ങനെ ബാലിയിൽ എൻ്റെ 4ാമത്തെ ദിവസമാണ് ഇന്നത്തെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചായിരുന്നു ഉലുവത്തു ബീച്ച്, അവിടുത്തെ റെസ്റ്റോ ബാസ് എല്ലാം, അവിടുത്തെ ഓഷ്യൻ വ്യൂസ്. പക്ഷെ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല ഗൈസ്, കിട്ടിലുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണാത്തൊരു മസ്റ്റായിട്ട് പോയി കാണുക. അപ്പോൾ ചുമടിച്ച് രാവിലെ എണീറ്റുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നത്. ഇവിടെ ആയിട്ട് നെറ്റ്വർക്ക് ഭയങ്കര ഇഷ്യൂ ഉണ്ട്. പിന്നെ ഇവിടുത്തെ വൈഫൈ ആണെങ്കിലും ഭയങ്കര സ്ലോ ആണ്. മണിക്കൂറോളം പിടിക്കും ഇത് ഒന്ന് അപ്ലോഡായി കിട്ടാൻ വേണ്ടി. അപ്പോൾ മൊബൈലിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ റൂം ഇതാ കാണുന്നതാണ് എൻ്റെ റൂം. ഇവിടെ ഒരു കിട്ടിലം പൂളുണ്ട്. ഞാൻ ഉലുവത്തൂർ തന്നെയാണ് ഇപ്പോൾ. ഇന്നെനിക്ക് ഉലുവത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണോ അതോ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴേക്ക് ഞാൻ വിചാരിച്ചു ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാം. എന്താ പറയുക, ഇവിടെ ഒരു നല്ലൊരു പൂളുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. നല്ല രസമാണ് ഇവിടുത്തെ വാട്ടർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കണ്ടിട്ടിങ്ങനെ ഒന്ന് ഇറങ്ങി ഒന്ന് മുങ്ങി കുളിക്കാണ്ട് പോണത് എങ്ങനെയെന്ന് ആലോചിച്ചു. അപ്പോൾ ഞാൻ നമുക്കൊരു കുളി ആദ്യം തന്നെ പാസ്സാക്കാം. അതിനുശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം എന്താണ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരു രക്ഷയില്ല കേസ്. ഇവിടുന്ന് ഒന്ന് മുങ്ങി കുളിക്കാണ്ട് പോകുന്നത് വൻ നഷ്ടമാണ് കേസ്. കിട്ടില്ല, നല്ല പൂള്. കുറേ നാൾക്ക് ശേഷം ഒരിക്കൽ ആൾക്കാർ എൻ്റെ കേളി ഹെയറിന്ന് മുടി നനഞ്ഞപ്പോൾ ബാക്കിലേക്ക് ഹെയർ വെച്ചിട്ട് കാണുന്നത്. അതാണ് എനിക്ക് കുറച്ച് ക്ലോസ് വന്നത്. ഓക്കെ ഗൈസ്, 1 മണിക്കൂറോളം ഇവിടെ സ്വിം ചെയ്ത് കുളിച്ച് അയ്യോ കിടക്കണേ. ഇനി റൂമിൽ പോയിട്ട് നന്നായിട്ട് ഷവർ ചെയ്ത് ഫ്രഷ് ആകട്ടെ. ഗൈസ്, അങ്ങനെ നല്ല പൂളിലൊരു കുളിയൊക്കെ കുളിച്ച് ഫ്രഷായി ഇപ്പം റെഡി ആയതല്ലേ, റെഡി ആയിരിക്കണേണ്. ഇത് ഈ ടീഷർട്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഷിനാജ് ഗിഫ്റ്റ് ചെയ്താണ്ട്. ഞാനത് ഇന്നലെയും ഒരു റെഡ് ടീഷർട്ട് ഇട്ടതും ഷിനാജ് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ പറയാൻ മറന്നു. പെട്ടെന്ന് ടീഷർട്ട് ഇങ്ങനെ കണ്ടപ്പോഴേക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഷിനാജ് എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ആ റെഡ് ടീഷർട്ട് ഇട്ടിട്ട് കൊള്ളായിരുന്നു, നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉലുവത്തൂല് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഉലുവത്തു ബീച്ച്, ഉലുവത്തു ടെമ്പിള്, ഉലുവത്തു ഒരു ഫയർ ഷോ ഉണ്ട്. അതും കൂടെ കണ്ടിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. എന്നിട്ടേ പോകാൻ പാടുള്ളൂ.
അല്ലെങ്കിൽ വന്ന് നഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഉച്ചക്ക് 1 മണി ടൈമാണ്, അതായത് നമ്മുടെ നാട്ടിലെ 10:45, 10:40 നാട്ടില്, ഇവിടെ 1 മണി ടൈം. നല്ല വെയിലിട്ട് പുറത്ത് പൊള്ളി പോണ വെയിലാണ്. പക്ഷെ ഞാൻ വെയിൽ മാറട്ടെ എന്നിട്ട് പോയി ഇത് കാണാം എന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നടപടിയാവില്ല. കാരണം വൈകിട്ട് 6 മണിക്കാണ് ഈ ഒരു ഫയർ ഷോ അവിടെ നടക്കുന്നത്. അതിന്റെ ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പം ഈ ടൈമിൽ പോയി ടെമ്പിൾ വിസിറ്റ് ചെയ്ത് അവിടെ ആയിട്ട് എല്ലാം ഷൂട്ട് ചെയ്ത് എല്ലാം എത്ര വെയിലാണെങ്കിലും ഷൂട്ട് ചെയ്ത് പറ്റുള്ളൂ. നല്ല പൊള്ളാൻ ചാൻസ് ഉണ്ട് ഫേസൊക്കെ. അപ്പോൾ നേരെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം, എന്നാലേ ഇന്നത്തെ ഒരു പരിപാടി നടക്കുള്ളൂ. എന്നിട്ട് നാളെ മോർണിംഗ് തന്നെ ഉബൂദ്, ഇവിടുന്ന് ഉബൂദിലേക്ക് നേരെ ക്യാബ് പിടിച്ച് പോകണം. ആക്ച്വലി ഇതിനാ ഉബൂദ് പോകാൻ പ്ലാൻ ചെയ്യാം. പിന്നെ ഞാൻ വിചാരിച്ച് ഇവിടം വരെ വന്നിട്ട് ഞാൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാണ്ടും ആ ഷോ കാണാണ്ടും പോകണമെങ്കിൽ നഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ പുതുവത്തു ടെമ്പിളിലേക്ക് പോവാം. അയ്യോ, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ജീൻസ് ഇല്ലേ, ഇത് ബർത്ത്ഡേക്ക് അജീത്ത ഗിഫ്റ്റ് ചെയ്തതാണ് ജാക്ക് ആൻഡ് ജോയ്സിന്ന്. ഞാൻ ആ ബർത്ത്ഡേ ബ്ലോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഈ ജീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കര കോസ്റ്റ് 8,000 സംതിങ് വിലയുണ്ട്. എന്നിട്ട് എടുക്കാണ്ട് പോകുന്നുണ്ട്. അജീത്ത കറക്റ്റായിട്ട് ഇത് തന്നെ എടുത്തുകൊണ്ട് വന്ന് ഇതല്ലേ. നൈസാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ജീനാണത്. അപ്പൊ അജീത്ത പൊളിയുണ്ടോ, രക്ഷയില്ല. ഇത് ഇട്ടിട്ട് കിടലാണ്. ഷിനാജിന്റെ ടീഷർട്ടും അജീത്ത് എടുത്തു തന്ന, ഷിനാജിന്റെ ടീഷർട്ടല്ല, ഷിനാജ് തന്ന ടീഷർട്ടും അജീത്ത് എടുത്തു തന്ന ജീൻസും. നൈസ് കിടലായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ടെമ്പിളിലേക്ക് പോട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ ഗ്രാബില് ഒരു 2 വീലർ ബുക്ക് ചെയ്ത് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് 1.4 കിലോമീറ്റേഴ്സ് ഉണ്ടോ. അടിപൊളി ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജാണ് ഇപ്പോൾ നമുക്ക് കയറാൻ പോകുന്നത്. നല്ല കാണാൻ നല്ല വൈബുള്ള ബ്രിഡ്ജ്. അതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. അതിനോട് ബാൽക്കണി വന്നിട്ട് ബ്രിഡ്ജ് കാണാൻ പറ്റും. Welcome to Bali, guys. Yeah, thank you. ഗൈസ്, അങ്ങനെ നമ്മൾ എൻട്രൻസിലെത്തി. Go inside, bro. ഓക്കെ, Go inside 1,000 for entry. എൻട്രൻസ്. ഓക്കെ. ഹായ്. ഓക്കെ, താങ്ക് യു. മോട്ടോർ ബൈക്കിന്റെ എൻട്രൻസ് 1,000 ആണ്. അതവിടെ പേയ്മെന്റ് ചെയ്തിട്ട് നമ്മൾ ഞാൻ അവിടെ വരെ നടക്കേണ്ടി വരും ഗൈസ്. Okay, nice. Thank you so much. ഗൈസ്, അടിപൊളിയായിരുന്നു കേട്ടോ. അവൻ അടിപൊളിയായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ടൈപ്പായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ 1,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ തന്നെ നിസ്സാര പൈസ ഉള്ളൂ കേട്ടോ. അതിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. അപ്പോൾ വലിയ എമൗണ്ട് ഒന്നുമല്ല, പക്ഷേ അധികം ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഒരുപാട് നടക്കാനുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഈ എൻട്രൻസിൽ ആകെ കുളമായി കാറ്റത്ത് പറഞ്ഞിട്ട് ഇതുണ്ടല്ലേ. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു കോസ്റ്റ്യൂം എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കണേണ്ട. ഇത് മസ്റ്റാണെന്നാണ് പറയണത്. ഇത് ഇട്ടിട്ട് വേണം കയറാനെന്നാണ് പറയണത്. എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനും പോയിട്ട് അത് ട്രൈ ചെയ്യട്ടെ. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, നൈസ്.
അതുപോലെ മുണ്ടെടുക്കുക എന്ന് പറയും. മുണ്ടെടുത്തിട്ട് ഇങ്ങോട്ട് കെട്ടും കെട്ടിയിടം കൂടെ അകത്ത് കയറണം. ഹായ് ഹായ്. Good. Yeah, perfect. Thank you so much. Yeah. Good. Yeah. Very nice. ഓക്കെ കൈസ് എങ്ങനെ ഞാനും മുണ്ടൊക്കെ എടുത്ത് സുള്ളതായി. ഓക്കെ നമുക്ക് എൻട്രൻസിലേക്ക് കയറാം. ടിക്കറ്റ് കൗണ്ടർ, അതാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്കപ്പോൾ ടിക്കറ്റ് എടുക്കാം. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം ഇതാണ് ടിക്കറ്റ്. എൻട്രൻസിൽ തന്നെ ഒരു മങ്കിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഓക്കെ നമുക്ക് കയറാം. ടിക്കറ്റ് കൊടുത്തു. ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്തു. താങ്ക് യു. അവര് നമസ്കാരമാണ് എന്താ പറയണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനതാണ് നമസ്കാരം. അവരവരുടെ ഭാഷയില്. അടിപൊളി. നോക്കിയേ ഇവിടെ നല്ലൊരു ബൊഗൈൻ വില്ല. അടിപൊളി. എന്താണെന്നറിയില്ല, ചെടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് ബൊഗൈൻ വില്ല. ഓക്കേ നൈസ്. നല്ല വെയിലുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ പൊള്ളണത് പോലെ ഒന്നും ഫീൽ ചെയ്യില്ല. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഫീൽ വരാൻ വേണ്ടി പോണത്. ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലം ഇല്ലാണ്ട് പോകുന്നുണ്ട്. എന്തായാലും ഇത് ആരെങ്കിലും എടുത്ത് ലോങ്ങിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ലുക്ക് കാണായിരുന്നു നിങ്ങൾക്ക്. നമ്മൾ പോകുന്ന വഴികളും ആ ഓരോ ഏരിയകളൊക്കെ കാണാനല്ലേ ഭയങ്കര ബ്യൂട്ടിയാണ്, ഭയങ്കര രസമുണ്ട്. നൈസ്. പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇതിലേക്ക് പോകാം ഗൈസ്. നോ ഡ്രോൺ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഭാഗ്യം നോ ക്യാമറ എന്ന് പറയുന്നത്. നോ ക്യാമറ എന്നുണ്ടെങ്കിൽ ക്യാമറ അപ്പം തന്നെ ബാഗിൽ വെച്ചിട്ട് ഞാൻ പതുക്കെ എന്താ പറയുക ഒന്നുമില്ലാണ്ട് ചുമ്മാ പോയിട്ട് കണ്ടിട്ട് വന്നേനെ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ഇതുണ്ട് നോ ഡ്രോൺ. അല്ലെങ്കിൽ ഡ്രോൺ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ബാഗിൽ വെച്ചുകൊണ്ട് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടൊരു എൻട്രൻസ് ഉണ്ട്. ഇപ്പോഴത് തിരിച്ച് റിട്ടേൺ പോണതാ. എൻട്രൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആയിട്ടാണ് ബോർഡ് വെച്ചിട്ടുള്ളത്. ഓക്കെ നോക്കിയോ, എല്ലാവരും ആ കോസ്റ്റ്യൂം കിട്ടുന്നുണ്ട്. ഡു നോട്ട് എൻ്റർ അങ്ങോട്ട്. കെക്കാക് ഡാൻസ് 50 മീറ്റർ. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഈ കെക്കാക് ഡാൻസ് കാണാൻ വേണ്ടി പോകണമെന്നുള്ളത്. ഇതുണ്ട് ഇവിടെ ആയിട്ടാണ് കെക്കാക് ഡാൻസ് 50 മീറ്റർ. 50 മീറ്റർ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ഡാൻസ് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ. 7 മണിക്ക് ക്ലോസ് ആണ്. അടിപൊളി
അവിടെ എന്തെങ്കിലും ഫോട്ടോഷൂട്ട് നടക്കണം, ഫോട്ടോ എടുക്കട്ടെ. നമ്മൾ പോയി ക്രോസ് ചെയ്ത് അവരുടെ ഫ്രെയിം ബ്യൂട്ടി കളയണ്ട. എന്തായാലും നമുക്ക് ഈ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് ഞാൻ ആ ഡാൻസ് കാണിച്ചു തരാം. അതും കൂടെ എനിക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. അത് കോപ്പിറൈറ്റ് ആയിരിക്കും, പക്ഷെ എന്നാൽ പോലും ഞാനത് അവിടെ എന്ത് മ്യൂസിക്കാണോ പ്ലേ ചെയ്യണത് ഞാൻ അങ്ങനെ തന്നെ നിങ്ങളെ കാണിക്കാനാണ് ഉദ്ദേശിക്കണം. എനിക്ക് കോപ്പിറൈറ്റ് വന്നാലും വിഷയമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്നാലും അതിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ. അടിപൊളി. ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്യാനും നല്ല നല്ല റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ട്. ഒരുപാട് സ്ഥലം, ഒരുപാട് പ്ലേസ് ഉണ്ട്. സോറി, സ്പേസ് അല്ല, പ്ലേസ് ഉണ്ട്. കുറേ പേര് ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗൈഡ് വേണമെങ്കിൽ കിട്ടൂട്ടോ. അത് ഇവിടുന്ന് ഇതുണ്ട്, അത് ഈ റെഡ് ഇട്ട് പോണവര് എന്താ പാലടി ഒറ്റക്ക് വന്നുകൊണ്ടിട്ട് അവരുടെ കൂടെ ഗൈഡായിട്ട് പോണതാണ്. അവർക്ക് സെപ്പറേറ്റ് പേയ്മെന്റ് കൊടുത്താൽ അവർ വരും. അടിപൊളി. ഓ, കുരങ്ങ് അവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവര് അയ്യോ, അവരുടെ സ്പെക്സ് വാങ്ങിച്ചെടുത്ത് ഗൈസ്. അവര് പാവം സ്പെക്സ് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കണായിരുന്നു. അത് വാങ്ങിച്ചു പിടിച്ച് സ്പെക്ക്. പാവം. എന്റെ കയ്യില് ക്യാമറ വാങ്ങിച്ചെടുക്കത് പ്ലീസ്. യെസ്. അവര് എടുത്തു കൊടുക്കാൻ വേണ്ടി പോയത്. അപ്പോഴത്തേക്ക് അവര് വന്ന് എടുത്തു കൊടുത്ത്. ഇനി എന്റെ കയ്യിൽ ക്യാമറ അടിച്ചിട്ട് പോകുന്ന എനിക്കറിയില്ല ഗൈസ്. എന്നാലും ഒരു ധൈര്യ പരീക്ഷണം ഞാൻ നടത്താൻ പോവുകയാണ്. പഠിച്ചോരെ. താങ്ക് യു. എനിക്ക് ഭയങ്കര പ്രശ്നക്കാരെന്നാ പറയണ ഇവിടെ ആയിട്ട്. അപ്പം ഭയങ്കര സൂക്ഷിക്കണമെന്ന് പറയണം. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ തന്നെ ആ ലേഡി ഓടി വന്നിട്ട് ഷോൾഡർ പിടിച്ചിട്ട് ഓക്കെ. അയ്യോ, കുരങ്ങന്റെ ഭയങ്കര പ്രശ്നമുണ്ടോ? ടെമ്പിള് ആ മേളിലാണ് ആ ടെമ്പിൾ ഉള്ളത്. മേളിലാണ് ടെമ്പിള്. ഇത് ഇവിടെ കിട്ടിലം ബീച്ച് വ്യൂ ഉണ്ട്. അടിപൊളി ബീച്ച് വ്യൂ ഉണ്ട്. ഇതില്ലേ നല്ല ബ്ലൂ വാട്ടർ കേട്ടോ. നല്ല ബ്ലൂ കളർ വാട്ടർ. അയ്യോ, കുരങ്ങ് വരുന്നുണ്ട്. കുരങ്ങ് വരുന്നുണ്ട്. അവൻ എന്റെ കയ്യിൽ ക്യാമറ എടുക്കാനുള്ള ഉദ്ദേശമാണോ എന്തോ. അടിപൊളി ഗൈസ്, സൂപ്പർ. അവിടെ ആയിട്ടാണ് ഡാൻസ് നടക്കുന്നത്. കെക്കാക് ഡാൻസ് അവിടെ ആയിട്ടാണ്. നമുക്ക് ടിക്കറ്റ് എടുക്കണം കുറച്ച് കഴിയുമ്പോൾ തന്നെ. 6 o'clock സ്റ്റാർട്ട് ചെയ്യണം. 7 o'clock സ്റ്റോപ്പ് ആവും. ഇന്ന് മിക്കവാറും കുരങ്ങന്റെ കടി കൊണ്ട് പോകുന്നു. നോക്കിയത് അവിടെ നോക്കി ഗൈസ്. ഓ, രക്ഷയില്ല കേട്ടോ. നല്ല ബ്ലൂ വാട്ടർ പതഞ്ഞു തന്നെ. അതിന്റെ മേളിലാണ് ടെമ്പിൾ. ഇതണ്ട ആ കാണുന്ന ടെമ്പിൾ. അങ്ങോട്ട് ഇനി നടന്ന് നമുക്ക് കയറണം. അപ്പൊ അതിനു മുമ്പ് ഇവിടെയുള്ള ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എല്ലാം നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് തന്നെ ഞാൻ കുറച്ച് കറങ്ങുന്നത്. കെക്കാ ഡാൻസ് നടക്കുന്നത് അവിടെ ആയിട്ടാണ്. നമുക്ക് ഇനി അവിടെ ഈവനിങ് പോകണം, വെയിലൊക്കെ മാറിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അതൊക്കെ ടെമ്പിളിൽ അങ്ങോട്ട് നമുക്ക് നടന്ന് കയറാം. സോ ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്യാനും കുറച്ച് റീൽസിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ എടുക്കാറുണ്ട്. ഇതിപ്പോ ഞാനില്ലാത്ത റീൽസിന്റെ ക്ലിപ്പിംഗ്സ് ആണ് കൂടുതലായിട്ട്. എന്നാലും കുഴപ്പമില്ല, കുറച്ച് നല്ല വ്യൂ പോയിന്റുകളൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്യണം. എനിക്ക് അതിലല്ല, സോറി, ഇതിലെ നടന്നങ്ങോട്ട് മേളിലേക്ക് ടെമ്പിളിലേക്ക് കയറാം. ഗൈസ് ഒന്നും പറയണ്ട. ഒരു കിട്ടില്ല ക്ലിപ്പിംഗ്സ് ഇല്ലേ, എനിക്ക് മിസ്സായി. ഞാനത് റെക്കോർഡ് കൊടുത്തെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് ആലോചിച്ചൊരു സങ്കടം പോലെ. ഞാൻ ഒരു 5 മിനിറ്റോളം കണ്ടിന്യൂ റെക്കോർഡ് കൊടുത്തിട്ട് ഞാനത് റെക്കോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്റെ മൈൻഡിൽ ഞാൻ റെക്കോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾ കാണണ്ടായിരുന്നു. കാരണം ഒരു കൂട്ടം കുരങ്ങുകൾ, ഒരു 10-200 കുരങ്ങുകൾ ഞാൻ ആ സ്റ്റെപ്പ് കയറി ടെമ്പിളിലേക്ക് പോകാൻ നേരത്ത് കയറാൻ വേണ്ടി എൻട്രൻസ് ചെയ്ത് തന്നെ എല്ലാം കൂടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഓടി വന്നു. ഒരു എന്താ പറയുക, മഴ പെയ്യണ പോലെ
എന്നിട്ടും ഇവിടെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും പോകലൊക്കെ. പക്ഷെ എനിക്കത് മിസ്സായി, ഞാനത് റെക്കോർഡ് കൊടുത്തില്ല. പക്ഷെ ആലോചിച്ചിട്ട് തന്നെ ഭയങ്കര സങ്കടം പറ്റി. ഞാൻ അത്ര നേരം അതിനൊക്കെ കാണിച്ച് ഞാൻ റെക്കോർഡാന്നുള്ള ചിന്തയിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ആ സ്റ്റെപ്പ് കയറാൻ നേരത്തെ പെട്ടെന്ന് തന്നെ നോക്കിയപ്പോൾ റെക്കോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. പക്ഷേ അത് മിസ്സായി പോയി. ഓക്കെ, അത് പോട്ടെ, ഞാൻ പോയത് പോയി. ഇപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. പക്ഷെ അത് നല്ലൊരു കാഴ്ച തരുന്നിട്ട്, അത് മസ്റ്റായിട്ട് നിങ്ങൾ കാണുന്നൊരു കാഴ്ച തരുന്നു. പക്ഷെ മിസ്സായി പോയി ഗൈസ്. എനിക്ക് പിന്നെ അതുകൂട്ടത്തൊരു നല്ലൊരു കാഴ്ച അത് കിട്ടില്ല, അത്രയധികം കുറവുകളുണ്ടായിരുന്നു. ഓക്കെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എൻട്രൻസിലേക്ക് കയറാം. ഇവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്, വുമൻ ഹാവ് ദെയർ പീരീഡ് പ്രൊഹിബിറ്റബിൾ എൻറ്ററിങ് ദി ടെമ്പിൾ. പീരീഡ്സ് ടൈമിൽ ഇങ്ങോട്ട് വുമൻസിന് കയറാൻ പാടില്ല എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ സങ്കടം തന്നെ കൈസ്. അത്ര അടിപൊളി ഒരു 5 മിനിറ്റ് കിട്ടില്ല ഷോർട്ടായിരുന്നു കൈസ്. എല്ലാം മിസ്സായി പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കും കൈസ്. ഈ വ്ലോഗ് ചെയ്യുന്ന ടൈമിലൊക്കെ ഇങ്ങനെ പലതും ഇതേപോലെയൊക്കെ സംഭവിക്കും. ഓക്കെ, നമ്മൾ നേരെ സ്റ്റെപ്പ് വഴി മേളിൽ കയറിക്കൊണ്ടിരിക്കണം. വടച്ചനെ പോയ കണ്ടില്ലേ? അയ്യോ ഒന്നുമില്ല, ഞാനില്ല. പേടിപ്പിച്ച് കളയും തോന്നുമാര് നമ്മള്. അവന്മാര് പേടിപ്പിച്ച് കളയും, ഒച്ചെടുക്കും. ചിലതിൻ്റെ ഒക്കെ സൈസ് നോക്കി ഇതാ വന്നത്. ഓക്കെ, നമ്മൾ മേള് ഏതാണ്ട് എത്താറായി. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ കിട്ടും നമുക്ക് താഴത്തേക്ക്. അടിപൊളി. സൂപ്പർ സൂപ്പർ, ഒരു എക്സലൈസ്. ഓക്കെ, എൻട്രൻസ് എത്തി. നമുക്ക് എൻട്രൻസ് ഇവിടെ മേലെ കയറാം. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചിട്ടുണ്ട് താഴത്തേക്ക്. ഓ മാഷാ അല്ലാ, ഇത് കിട്ടില്ല വ്യൂ. അടിപൊളി ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സൂം ചെയ്ത് കൂടെ കാണിക്കാം. നൈസ് നൈസ്, സൂപ്പർബ് സൂപ്പർബ്. ആ തിരടിച്ച് കയറുന്ന കയറ്റം കണ്ട. ഇതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് കാണുന്നത് അത്ര അടിപൊളിയാണ്. മിസ്സായി പോകും സ്ഥലത്തിലേക്ക്. എന്തെങ്കിലും നിങ്ങൾക്ക് ബാല്യവരെ അവസാനം കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് കാണുന്നുണ്ട്. പക്ഷെ അത്ര ബ്യൂട്ടി ആയിട്ടുണ്ട്, നല്ല രസമുണ്ടില്ല. നല്ല വെയിലുണ്ട്, നല്ല പൊള്ളുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കെയർ ആക്കണില്ല, കാരണം അത്രയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലൂടെ നമുക്ക് നടക്കാം. ടെമ്പിളിലേക്ക് നടന്ന് കയറാം. ഇവിടെ എന്താ അതിൻ്റെ ഉള്ളിലെ? അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ. വൗ നൈസ്. ഇവിടുന്ന് കൂടെ ഉള്ള ഒരു വ്യൂ കാണിക്കട്ടെ. ഓക്കെ, നമ്മൾ ടെമ്പിൾ ഏരിയ എത്തി. നല്ല നല്ല ഫ്രെയിംസ് ഉണ്ട് കേട്ടോ, നല്ല കിടിലം ഫ്രെയിംസ് ഉണ്ട്. യെസ്, do not enter for worshipping only. Okay, nice. Wow, നല്ല ഫ്രെയിം, നല്ല ഫ്രെയിം ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്.
ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. കപ്പിൾസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല പിക്സ് കിട്ടും. ഇവിടെ മഷു സൂനു സോനൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോയും അതേപോലെ തന്നെ റീൽസൊക്കെ എടുത്ത് അവർ തകർത്ത് തിമിർത്തേല്. അങ്ങോട്ടൊന്നും പ്രവേശനമില്ല കേട്ടോ. ഇവിടം വരെയൊക്കെ ഈ ഫ്രണ്ട് വരെയൊക്കെ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഉള്ളിലേക്കൊന്നും അവർ കയറ്റി വിടില്ല. ഫുള്ള് ഗേറ്റ് എല്ലാം ക്ലോസ്ഡ് ആണ്. O GSK kültürüne var ya, orası bence. നൈസ്, വെരി നൈസ്. ഇവിടുന്ന് എന്താണ് വ്യൂ എന്ന് നോക്കട്ടെ. ഇവിടെ നല്ല കിട്ടില്ല വ്യൂ ഉണ്ട് ഗൈസ്. അടിപൊളി വ്യൂ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഇതുണ്ടല്ലോ. ഇതിവിടെ ക്ലോസ് ഒരു സ്റ്റെപ്പ് ഇട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ വയക്കുറയാന്ന് അറിയില്ല. എന്തായാലും ഇവിടുന്ന് സൂം ചെയ്ത് കാണിക്കാം. സൂമിങ് ഇത്ര നടക്കുള്ളൂ. എന്നാലും ഈ ഒരു ഫ്രെയിം നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളി. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടൊക്കെ കേൾക്കാൻ. ഓക്കെ, നമ്മളിപ്പോൾ നടന്ന് ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെയും ഒരു പ്രതിമയുണ്ട് കേട്ടോ. അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അങ്ങോട്ട് പോണ ഇത് വേറെ ഏരിയ കൂടെ നടന്നു പോകണം ഗൈസ്. ഇവിടെ ഒരു ഡൊണേഷൻ കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഡൊണേഷൻ ഇട്ടിട്ട് പോകാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴത്തേക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിപ്പോൾ അവിടെ ഭയങ്കര രസമുണ്ട്. ആ സ്റ്റെപ്പ് വേണം. പിന്നെ കുരങ്ങ് ഇവിടെ കണ്ടമാനം ഉണ്ട്. കുരങ്ങും കുഞ്ഞും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതിനൊക്കെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴാണ് അറ്റാക്ക് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഗൈസ്, ഇവിടെ ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എന്ത് എക്സിറ്റാണെന്ന് നോക്കാം. എങ്ങോട്ട് പോകുന്ന നോക്കാം. എന്തായാലും നമ്മൾ വന്ന വഴിയല്ല ഇത്. ഇതിവിടെ കുറേ പേര് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വെയിലത്തു നിന്നൊക്കെ മാറി നല്ല സമാധാനത്തിരിക്കുന്നുണ്ട്. ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. വേണ്ട, അവിടെ ഫോട്ടോ എടുത്തിട്ടിരിക്കണേ. ഫോട്ടോ എടുക്കാം, നമ്മൾ ബ്ലോക്ക് ചെയ്യണ്ട. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടുന്ന് നേരെ കയറി മേളിൽ വരാം. ഇവിടുന്നൊരു നല്ലൊരു ടോപ്പ് വ്യൂ കാണുന്നുണ്ട്. യെസ്, ഞാൻ നേരത്തെ സൂം ചെയ്ത് കാണിച്ചത് കിടലായിട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. വാവ്, നൈസ് വ്യൂ. അടിപൊളി ഗൈസ്, നല്ല രസമായിട്ടുണ്ട്. ഭയങ്കര വ്യൂ. ഇടയ്ക്കൊക്കെ വ്ളോഗിൽ എൻ്റെ ഇതുപോലെ ഒരു ഫുൾ സൈസ് പോലെ കണ്ടേ, അതുകൊണ്ടിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ട് മാറി നിൽക്കാന്ന് വിചാരിച്ചു. പക്ഷെ പല സ്ഥലങ്ങളിലേക്ക് ഇതുപോലെ എനിക്ക് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് മാറി നിന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ട്. പക്ഷെ പേടി എന്താണെന്നറിയും, കുരങ്ങെടുത്തിട്ട് പോകും. അതാണ് മെയിൻ പ്രശ്നം. That is to make like a guitar, like a for like a Hindu religion activity. Yes. To come down to. ഇപ്പൊ വെയിലറിയണ്ടേ. ഇപ്പൊ നല്ല ചൂടായിട്ട് ഇങ്ങനെ
പൊള്ളി വെന്ത് വരുന്നുണ്ട്. സ്കിന്നൊക്കെ ഇങ്ങനെ പൊള്ളുന്ന ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട്. അറിയില്ല, നല്ല വെയിലത്ത് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്കിന്ന് പൊള്ളുന്ന ചെറിയൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് ഇപ്പം എനിക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. വാവ്, അടിപൊളി. ആ വ്യൂ നോക്ക് ഗൈസ്, എന്താ രസം. അടിപൊളി. നല്ല തിരടിക്കണ സൗണ്ട് കേൾക്കണുണ്ട്. അടിപൊളി അടിപൊളി. ഗൈസ്, അങ്ങനെ കുറച്ച് നേരം നടന്ന് വെയിലൊക്കെ കൊണ്ട് ഒരു പരുവായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരി നേരം അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇരിക്കുമ്പോഴും ക്യാമറ ഇങ്ങനെ മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഒരു ടെൻഷനാണ്, കുരം കടിച്ചിട്ട് പോകുന്നുള്ളത്. അതെല്ലാവരും ഷൂട്ടിന് വേണ്ടി ട്രൈപോഡൊക്കെ സെറ്റ് കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു റൗണ്ട് അടിച്ച് എക്സിറ്റ് വഴി നമ്മൾ വേറൊരു സ്റ്റെപ്പിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇതിലേ അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. അവിടെ കുരങ്ങനെ പറ്റിയുള്ള ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടും ഒരു വഴിയുണ്ട് കേട്ടോ. അങ്ങോട്ടും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്കോ പോകാം. പക്ഷെ എനിക്ക് വയ്യ ഗൈസ്, ഈ വെയിൽ കൊണ്ട് ഞാൻ ഒരു പരുവായി. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള നല്ലൊരു സ്റ്റെപ്പൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ, കുരങ്ങ് വന്നിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? എന്തൊക്കെ നീ കൊണ്ടായാലും എൻ്റെ ഇത് ക്യാമറ കൊണ്ടാണ്ട് പോകും. ടെമ്പിൾ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കേട്ടോ. അതേ ഇതുണ്ടല്ലേ, ഇതൊക്കെ ടെമ്പിളിന്റെ ഒരു സൈഡിലേക്ക് വന്നേക്കണേന്ന്. ഹലോ, നല്ല ചൂട്. എൻട്രൻസിൽ എങ്ങോട്ടും, എൻട്രൻസ് എല്ലായിടത്തും ഒരു ബ്ലോക്ക് ചെയ്യൊക്കെ, അകത്തേക്ക് കയറാൻ പാടില്ല. ഇതൊക്കെ മിക്കവാറും റീൽസിൽ കാണാം. ഈ ഒരു ഇതിൻ്റെ കറക്റ്റായിട്ട് അവിടെ തന്നെ ഇത് മനസ്സിലായി. അല്ല, അയ്യോ, നോ നോ, ഓ മൈ ഗോഡ്. ഞാൻ വിചാരിച്ചു അതെന്നെ അറ്റാക്ക് ചെയ്തത്. എൻ്റെ അമ്മ പേടിച്ച്. അയ്യോ, മങ്കേടിയാണ് മെയിൻ. നൈസായിട്ടുണ്ടത്. അപ്പം അതിലേയും പോകാനുള്ള വഴികളുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയാൽ ഏതൊക്കെയോ സൈഡിലേക്ക് എത്തും. അവിടെ ഇട്ടും എനിക്ക് തോന്നുന്നു അതിലെ പോയാൽ സ്റ്റേറ്റുമാണ്, പിന്നെ അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് പതുക്കെ തിരിച്ച് നടക്കാം. എന്ന് വെച്ചാൽ മെയിൻ സംഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എന്തായാലും നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാം. ഗൈസ്, ശരിക്കും
ഈ ടെമ്പിളിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയാൻ പറ്റിയ ഇതാണ്. കണ്ടില്ലേ, അതിന്റെ ഡീറ്റെയിലും എല്ലാം എഴുതിയിട്ടില്ല. അവിടുന്ന് നമ്മൾ മേളിൽ നിന്ന് കാണിച്ചില്ലേ, ഞാൻ താഴത്തൊക്കെ ഒരു സ്റ്റെപ്പ് കാണിച്ചില്ലേ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ എൻട്രൻസ്. പക്ഷെ എല്ലാവരും ആ സൈഡിൽ കൂടെ തന്നെ കയറി പോണത് മേളിലേക്ക്. ജസ്റ്റ് ഇവിടെ വരെ ഒന്ന് കയറി കാണിക്കാന്ന് വിചാരിച്ചാൽ നിങ്ങളെ. നല്ല രസമുണ്ട് ആ ഒരു സ്റ്റെപ്പ്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് കയറി പോകേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഷൂട്ട് ഏതാണ്ട് കഴിയാറായി. അയ്യോ മുഖമൊക്കെ ചുമന്നു. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഉലൂത്തു ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ഇനി നമുക്ക് കെക്ക ഡാൻസ് നമുക്ക് ഇവിടെ തന്നെ തിരിച്ച് വരണം. നമുക്ക് തൽക്കാലം റൂമിൽ പോയി റെസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് ഈവനിങ് ടൈമിൽ വന്നിട്ട് കെക്ക ഡാൻസും കൂടെ എനിക്ക് കാണണമെന്നുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആ ഡാൻസ് കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.